ഗാസ സമാധാന ബോർഡിൽ ചേരാൻ ഇന്ത്യയെ അമേരിക്ക ക്ഷണിച്ചിരിക്കുകയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുടെ രണ്ടാം ഘട്ടമാണിത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി ഗാസ സമാധാന ബോർഡിന്റെ രണ്ടാം ഘട്ട രൂപീകരണം വ്യാഴാഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഗാസയുടെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സാങ്കേതിക സമിതിയുടെ മേൽനോട്ടം ഈ ബോർഡ് വഹിക്കും. കൂടാതെ വെടിനിർത്തൽ ചട്ടക്കൂടിന്റെ ഭാഗമായിരിക്കും. ഗാസ മുനമ്പിൽ സ്ഥിരത കൊണ്ടുവരികയും അതിന്റെ പുനർനിർമ്മാണത്തിനുള്ള തന്ത്രം വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ബോർഡിന്റെ ലക്ഷ്യം. ട്രംപിന്റെ പദ്ധതി ഗാസയെ കൂടുതൽ വാസയോഗ്യമായ ഒരു സംസ്ഥാനമാക്കി പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുകയും മേഖലയിലെ സ്ഥിതി എല്ലാ തലങ്ങളിലും മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യ ഉൾപ്പെടെ കുറഞ്ഞത് 4 രാജ്യങ്ങളെയെങ്കിലും ബോർഡിൽ ചേരാൻ യുഎസ് ക്ഷണിച്ചിട്ടുണ്ട്. ജോർദാൻ, ഗ്രീസ്, സൈപ്രസ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് ഞായറാഴ്ച ക്ഷണം ലഭിച്ചതായി സ്ഥിരീകരിച്ചു. നേരത്തെ കാനഡ, തുർക്കി, ഈജിപ്ത്, പരാഗ്വേ, അർജന്റീന, അൽബേനിയ എന്നിവയും ക്ഷണിച്ചതായി അറിയിച്ചിരുന്നു. പദ്ധതിയുടെ ചാർട്ടറുമായി പരിചയമുള്ള ഒരു യുഎസ് ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് സ്ഥിരാംഗത്വം തേടുന്ന ഒരു രാജ്യം $1 ബില്യൺ സംഭാവന നൽകേണ്ടതുണ്ട്. അതേസമയം 3 വർഷത്തെ കാലാവധിക്ക് സാമ്പത്തിക പ്രതിബദ്ധത ആവശ്യമില്ല. ആഗോളതലത്തിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന പങ്കിനെയും അതിന്റെ ഗണ്യമായ ഭൗമരാഷ്ട്രീയ സ്വാധീനത്തെയും ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നു. ലോകത്തിലെ നിലവിലെ സംഘർഷങ്ങൾക്കിടയിൽ സ്ഥിരതയും അനുരഞ്ജന പ്രക്രിയയിലും സജീവ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനവും പ്രധാനമാണ്. ഇന്ത്യ പോലുള്ള പ്രമുഖ ആഗോള രാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടെ മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രധാന ശ്രമമാണ് ട്രംപിന്റെ സംരംഭം. ഗാസ സമാധാന ബോർഡിന് പ്രാദേശിക ആഗോള തലങ്ങളിൽ സമാധാനത്തിനും വികസനത്തിനും ഒരു സുപ്രധാന ചുവടുവയ്പാകാനുള്ള കഴിവുണ്ട്. ഗാസയുടെ സ്ഥിരതയും പുനർനിർമ്മാണവും ലക്ഷ്യമിട്ട യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയർമാനായി രൂപീകരിച്ച സമാധാന ബോർഡിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. ബോർഡിലെ അംഗങ്ങളെ നിയമിച്ചതിൽ ഇസ്രയേലുമായി ഏകോപനം ഉണ്ടായിട്ടില്ലെന്നും ഇസ്രയേലിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ മരുമകൻ ജെറഡ് കുഷ്നർ, ലോക ബാങ്ക് പ്രസിഡന്റും ഇന്ത്യൻ അമേരിക്കൻ വംശജനുമായ അജയ് ബംഗ തുടങ്ങിയവരാണ് ബോർഡിലെ അംഗങ്ങൾ. 60ഓളം ലോക നേതാക്കളെ ബോർഡിലെ അംഗമാക്കാൻ ട്രംപ് ക്ഷണിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ എതിർപ്പ് അവഗണിച്ചാണ് തുർക്കി പ്രസിഡന്റ് റെസെപ് തയ്യിപ് എർദോഗാനെ ക്ഷണിച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ട്രംപിന്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഗാസയിലെ വെടിനിർത്തലിനായി ട്രംപ് ആവിഷ്കരിച്ച സമാധാന പദ്ധതിയിലെ പ്രധാന ഘടകമാണ് ബോർഡ്. ഗാസയുടെ ഇടക്കാല ഭരണം, ഹമാസിന്റെ നിരായുധീകരണം, ഗാസയുടെ പുനർനിർമ്മാണം തുടങ്ങി പദ്ധതിയിലെ രണ്ടാം ഘട്ട നടപടികൾക്ക് ബോർഡ് മേൽനോട്ടം വഹിക്കും. വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം ബുധനാഴ്ച തുടങ്ങിയിരുന്നു. ഒക്ടോബർ 10 കരാർ പ്രാബല്യത്തിൽ വന്നത്. ഗാസയിലെ സമാധാനം ലക്ഷ്യമിട്ടാണ് രൂപീകരിച്ചതെങ്കിലും ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി സമാധാന ബോർഡിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ട്രംപിന്റെ ലക്ഷ്യം. ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള സ്ഥിരം സ്ഥാപനമായി ബോർഡ് പ്രവർത്തിക്കുമെന്ന് ബോർഡിന്റെ കരട് ചാർട്ടറിൽ നിർവചിക്കുന്നു. യുഎൻ ചാർട്ടറിന്റെ അടിസ്ഥാനങ്ങളെ അവഗണിക്കുന്ന ട്രംപിന്റെ ഐക്യരാഷ്ട്രസഭയാണ് സമാധാന ബോർഡ് എന്നാരോപിക്കപ്പെടുന്നുണ്ട്. ബോർഡിൽ സ്ഥിരാംഗത്വം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ $100 കോടി ഒരു വർഷത്തിനുള്ളിൽ സംഭാവന നൽകണം. തുക ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കാണ്. തുക നൽകാത്ത അംഗരാജ്യങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. അതേസമയം ഗാസയിലേക്കുള്ള സഹായ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ മാനുഷിക ദുരന്തം കൂടുതൽ വ്യാപകമാകുമെന്ന മുന്നറിയിപ്പുമായി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. 37 സഹായ സംഘങ്ങൾക്കാണ് ഇസ്രയേൽ പുതുതായി വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഗാസയിലെ സഹായ സംഘടനകളെ നിരോധിക്കുന്നത് വംശഹത്യയാൽ ഇതിനകം തകർന്ന ഒരു ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുമെന്നതാണ് യുഎൻ വിദഗ്ധർ പറയുന്നത്. ഈ നിരോധനം ഒറ്റപ്പെട്ട ഒരു നടപടിയല്ല, മറിച്ച് അധിനിവേശ പലസ്തീൻ പ്രദേശത്തെ മാനുഷിക പ്രവർത്തനങ്ങൾക്കെതിരായ ആസൂത്രിതമായ ആക്രമണത്തിന്റെയും ഗാസയുടെ ജീവനാഡി മനഃപൂർവ്വം തകർക്കുന്നതിന്റെയും മറ്റൊരു ഘട്ടമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.